ഹലോ ഫ്രണ്ട്സ്, 2019 നമ്മൾ ഈ വീട് വാങ്ങുന്നത്. ഈ 5 വർഷത്തിനിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തു. കാരണം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ലോഞ്ചും അതുപോലെ തന്നെ റൂം എല്ലാം തന്നെ കാർപ്പറ്റായിരുന്നു. അതെല്ലാം മാറി നമ്മൾ ലാമിനേഷൻ ഫ്ലോറിംഗ് ആക്കി. അതിനുശേഷം ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റൂമിലും ഓരോ വാർഡ്രോബ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വാർഡ്രോബുകൾ ഈ ഒരു 3-4 വർഷമൊക്കെ ആയപ്പോഴത്തേനും അതിൻ്റെ ട്രാക്കുകളൊക്കെ പോയി, അത് കുറച്ച് ഫോൾട്ടിയായി, അങ്ങനെ പ്രശ്നമായിട്ട് അത് മാറ്റേണ്ടി വന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഓൺലൈനിലൊക്കെ നമ്മൾ കുറച്ച് കോട്ടൊക്കെ എടുത്ത് കുറേ ആൾക്കാർ ഇവിടെ വന്ന് വാല്യുവേഷനൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷുകാരാണ്, അവർ ഒരു വാർഡ്രോബിനൊക്കെ 5500 പൗണ്ടൊക്കെയാണ് ചോദിച്ചത്. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചാബിൽ നിന്ന് വന്ന ധാരാളം ആൾക്കാർ ഇതുപോലുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1-2 നമ്പറുകളൊക്കെ കിട്ടി. നമ്മൾ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര ബിസിയാണ്. അങ്ങനെ അവസാനം അവർ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ കൊട്ടേഷനൊക്കെ എടുത്തു, എല്ലാം നോക്കിയിട്ട് നമുക്ക് അവസാനം അവർ പണിത് തരാമെന്ന് ഏറ്റു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല, ഇവിടുത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് മീഡിയ വോളാണ്. അപ്പോൾ ഒരു മീഡിയ വോളിൻ്റെ വീഡിയോയും പടങ്ങളൊക്കെ കാണിച്ചപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ നമ്മൾ നമ്മുടെ ലോഞ്ചും കൂടി ഒന്ന് മാറ്റി മീഡിയ വോളൊക്കെ ഒന്ന് വെച്ച് ഒന്ന് മോഡിഫിക്കേഷനൊക്കെ നടത്തി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടോയ്ലറ്റിൽ ഈ ഒരു റൂഫ് വലിയ മോയ്സ്ചറിൻ്റെ പ്രശ്നമുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ ഈ എക്സോസ്റ്റ് ഫാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കറുത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലാഡിങ് ചെയ്തു. ഇപ്പോൾ മിക്കവാറും ഉള്ള എല്ലാവരുടെയും വീട്ടിൽ ചെയ്യാറുള്ളതാണ്. കാരണം ഒരു ക്ലാഡിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ലീനാണ്. അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റിൻ്റെ ബ്ലൈൻഡ്സ് ഒക്കെ മാറി. ഒരു പ്രാവശ്യം ഞാൻ ഈ ഡൺലമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേപോലെയുള്ള ഒരു ബ്ലൈൻഡ് കിട്ടി. അപ്പോൾ അതുകൂടെ ഞാനൊന്ന് മാറ്റി വെച്ചു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റിങ്സ് മുഴുവനെന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള സാധാരണ ബൾബായിരുന്നു. അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കൂടുതലാണ്. അതെല്ലാം മാറ്റി നമ്മളൊന്ന് LED മാറി. അങ്ങനെ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് വീടൊന്ന് കുറച്ചുകൂടി പുതിയതാക്കി. നമ്മുടെ പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉൾവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാ വീടിൻ്റെ പോലെ തന്നെ മേളിലേക്ക് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അവിടെയാണ് 4 ബെഡ്റൂംസ് ഉള്ളത്. ഇതൊന്ന് കിച്ചണ്, അത് ലോഞ്ച്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ സ്റ്റഡി ഏരിയയും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീടിൻ്റെ മൊത്തം സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ വീടിൻ്റെ ലൈറ്റ്സ് ഒക്കെ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ലൈറ്റ്സ് ആണ് എല്ലായിടത്തും ഒരുവിധപ്പെട്ട എല്ലായിടത്തും ഇപ്പോൾ ഇട്ടേക്കുന്നത്. കോറിഡോർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. അത്യാവശ്യം ഒരു ടേബിളൊക്കെ ഇട്ട് ഇരിക്കാനുള്ള സൗകര്യം ഇതിനകത്തിൽ ഉണ്ട്. ഇതിനകത്തൊരു ചെറിയ നമ്മുടെ കബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യമുള്ള നമ്മുടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ നമ്മുടെ കറിവേപ്പില, അപ്പോൾ അത് നമ്മൾ വിൻ്റർ ആയി കഴിഞ്ഞപ്പോൾ അതിനെ നമ്മൾ ഉൾസൈഡിൽ കയറ്റി വെച്ചു. അതിനിപ്പോൾ ഇവിടെയാണ് ഇനിയിപ്പോൾ സമ്മർ ആവുന്നിടം വരെ അതിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ സാധാ ലൈറ്റായിരുന്നു നേരത്തെ ഉള്ളത്, അത് നമ്മൾ മാറ്റിയിട്ട് LED ലൈറ്റ് വെച്ചു. ഡൈനിങ് ഏരിയയിൽ നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കോറിഡോറിൻ്റെ നേരെ വരുന്നതാണ് സോനുക്കുട്ടിൻ്റെ സ്റ്റഡി ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവന് ഇവിടെ ഒരു കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നാണ് അവൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പഠിക്കുന്ന സമയത്ത് മാത്രമാണ് അവന് ഇതിനകത്തിൽ വന്ന് ഇരിക്കാറുള്ളത്. UK എല്ലാ വീടുകളും താഴത്തെ നിലയിൽ ഒരു വാഷ്റൂം ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേക എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് ഇപ്പോൾ നമുക്കൊരു അത്യാവശ്യത്തിനൊരു അപരിചിതനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാനായിട്ടാണ് താഴത്തെ ഫ്ലോറിൽ ഒരു വാഷ്റൂം വെക്കുന്നത്. ഇതിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഒരു വാഷ് ബേസിനുണ്ട്, എക്സോസ്റ്റ് ഫാൻ മുകളിലുണ്ട്, ഒരു ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്ലോസറ്റ് കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോഞ്ച് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു വോൾ എന്ന് പറഞ്ഞ പ്ലെയിൻ ആയിരുന്നു. ഇവിടെ ഒരു സാധാരണ ഫയർ പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. അത് സൈഡിൽ നിങ്ങൾ നോക്കണം.
അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു മീഡിയ വോള്, ഈ ഒരു വോള് മുഴുവൻ നമ്മൾ മാറ്റിയിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. എനിക്ക് തോന്നുന്നു ഈ ബൂസ്റ്ററിൽ തന്നെ എനിക്ക് തോന്നുന്നൊരു മിക്കവാറുള്ള മലയാളികളുടെ വീടുകൾ മുഴുവനും ഇങ്ങനെ മീഡിയ വോൾ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വോള് നമ്മൾ മാറ്റി ഇങ്ങനൊരു രീതിയിലുള്ള ഒരു പിക്ചറായിരുന്നു നമ്മളെ കൊണ്ട് കാണിച്ചത്. അപ്പോൾ ഇത് കാണിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ കുറച്ചൊന്ന് മോഡിഫിക്കേഷൻ ഒക്കെ നടത്തി. നമ്മൾ ഇവിടെ ഒരു 75 ഇഞ്ചിൻ്റെ ഒരു TV ആണ് നമ്മൾ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു ഫയർ പ്ലേസും വെച്ചിട്ടുണ്ട്. അതിനകത്ത് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം റിമോട്ടാണ്. ഹീറ്റിംഗ് നമ്മൾ ഓണായി കഴിഞ്ഞാൽ ഹീറ്റ് വരും. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 80 ഇഞ്ചാണ് ഈ ഒരു ഫയർ പ്ലേസിന്റെ സൈസ് വരുന്നത്. ഇതിനൊരു പല കളറുകളിൽ നമുക്ക് മാറ്റി ഇങ്ങനെ ഒരു രസത്തിലൊരു നല്ല ഷോയിൽ കാണാനായിട്ട് പറ്റും. ഇങ്ങനെ പല കളറുകൾ, 7-8 കളറുകൾ നമുക്ക് മാറാനായിട്ട് പറ്റും, മാറ്റിയിടാം. പിന്നെ ഹീറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റിംഗ് ഓണായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ലോഞ്ച് നമുക്ക് ചൂടായി കിട്ടും. അപ്പോൾ അതാണ് ഈ ഒരു ഫയർ പ്ലേസിൻ്റെ, ഇതൊരു മീഡിയ വോൾ വെക്കുന്ന ഫയർ പ്ലേസ് ആണ്. കാരണം ഇത് ഇൻസൈഡിലോട്ട് വെക്കുന്നതാണ്. ഇപ്പോൾ ഒരു മീഡിയ വോളിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു ഫയർ പ്ലേസ് ആണിത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇത് വെച്ചു. അപ്പോൾ ഇതിനെല്ലാം തന്നെ നമുക്ക് ലൈറ്റ്സ് ഉണ്ട്. ഇവിടെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രിപ്പ് ലൈറ്റ്സ് ഉണ്ട്, ഈ ഒരു വോൾ ലൈറ്റ്സ്. അപ്പോൾ അത് അതിൻ്റെ സൈഡിൽ കൊടുത്ത് ഇട്ടുണ്ട്. അതേപോലെയൊക്കെ തന്നെ ഇവിടെ നമ്മൾ ഈ ഒരു ഓമൊക്കെ നമ്മൾ അവരോട് പറഞ്ഞ് പണിയിപ്പിച്ച് അവർ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ഇൻസൈഡിൽ അവർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു മീഡിയ വോള് നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മുടെ ഇവിടെ കുറച്ച് ഐഡിയകളൊക്കെ കൊടുത്ത് നമ്മൾ അത് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ കിച്ചൺ. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഡിഷ് വാഷ് ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഫ്രിഡ്ജ് അവിടെയുണ്ട്. അത്യാവശ്യം സൗകര്യങ്ങളുള്ള വലിപ്പമുള്ള ഒരു കിച്ചണാണ് നമ്മുടേത്. ഇത് നമ്മുടെ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ആണ്. കിച്ചണോട് ചേർന്ന് തന്നെ യൂട്ടിലിറ്റി ഏരിയ, ഒരു സെപ്പറേറ്റ് ഒരു സ്പേസ് ഉണ്ട്. അവിടെയാണ് വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ ഡ്രയറും ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പോഴും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ വാങ്ങിയപ്പോൾ വേറൊരു കാർപ്പറ്റായിരുന്നു. അപ്പോൾ നമ്മൾ ആ കാർപ്പറ്റൊക്കെ മാറി ഇപ്പോഴേ ബ്ലാക്ക് ഷെയ്ഡുള്ള കാർപ്പറ്റാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ കയറി കഴിയുമ്പോൾ ഇവിടെ വന്ന് ലാൻഡിങ്ങിൽ നമ്മളിവിടെ വന്നിട്ട് ഇവിടുത്തെ ലൈറ്റ് നമ്മൾ മാറി വേറൊരു LED ലൈറ്റ് അവിടെ ഇട്ടു. നമ്മൾ ലാൻഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ 4 ബെഡ്റൂമുകളാണ് ഉള്ളത്. 4 ബെഡ്റൂമുകളും 2 ടോയ്ലറ്റുകളും. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്താണ് ഈ ഒരു വാർഡ്രോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ റൂമിലും ഓരോ വാർഡ്രോബുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഈ റെയില് മുകളിലത്തെ ആ ബ്ലാക്കില്ലേ, അപ്പോൾ ഇതേ സ്റ്റൈലല്ലായിരുന്നില്ല നേരത്തെ ഉണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിനകത്ത് എങ്ങനെയായിരുന്നു വാർഡ്രോബ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മറ്റേ മുകളിൽ റൂഫ് വരെ ഇപ്പോഴവരത് വലുതാക്കി. അപ്പോൾ അങ്ങനെ ഒരു ഇച്ചിരി സാമാന്യം വലിപ്പമായി. ഇപ്പോൾ വലിയ വലിപ്പത്തിൽ അവർ വലിയ രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു പുതിയ വാർഡ്രോബ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡിലാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്താണ്. അപ്പോൾ എങ്ങനെ രീതിയിൽ നമുക്ക് വാർഡ്രോബ് ഉണ്ടാക്കണമെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതേ രീതിയിൽ അവർ വാർഡ്രോബുകൾ ഉണ്ടാക്കി തരും. ഇപ്പോൾ ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഇതുപോലെയുള്ള ഡ്രോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ യഥേഷ്ടം വെക്കാനായിട്ട്
ഇതിനകത്തിൽ സാധിക്കും. ഇനിയിപ്പം നമുക്ക് മിറർ വെക്കണമെന്നുണ്ടെങ്കിൽ 3 മിറർ വേണേൽ വെച്ച് തരും. ഇനി മിറർ വേണ്ട ഇതേപോലൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് തരും. അപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ടിൽ ഒരു മിഡിലിൽ ഒരു മിററും ഇതിന് 2 സൈഡിലും ഇതേപോലെയുള്ള അതുമാണ് വെച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ മെയിൻ ബെഡ്റൂമാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു TV കൂടെ ഫിറ്റ് ചെയ്തു. അപ്പോൾ അത്യാവശ്യം നമുക്കിവിടെ കിടക്കുന്നുണ്ട് വല്ല സിനിമയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഫാന് ഇപ്പോൾ സമ്മറിൻ്റെ ടൈമിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഫാനില്ലാതെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമ്മളൊരു ഫാൻ കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് എപ്പോഴും തന്നെ ഒരു എൻസ്യൂട്ട് ഉണ്ടായിരിക്കും. അതിൽ എൻസ്യൂട്ടിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് ഒരു എക്സോസ്റ്റ് ഫാൻ പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഷവർ റൂം ഉണ്ട്. പിന്നെ ഇതിനകത്തിൽ ഒരു കബോർഡുകളുണ്ട്. ഞാൻ മെയിനായിട്ട് പറഞ്ഞു വെച്ചാൽ ഈ ഒരു ബ്ലൈൻഡ്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഡൺലമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടിരിക്കുന്ന അതേ സൈസ് അതേ രീതിയിലുള്ള ഒരു ബ്ലൈൻഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പം ഞാൻ അതാണ് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത്. ഇതാണ് ഞാൻ ഈ ഒരു ക്ലാഡിംഗ് എന്ന് നേരത്തെ പറഞ്ഞത്. മിക്കവാറും എല്ലാവർക്കും അറിയാം. കാരണം എല്ലാവരും ഇപ്പോൾ ഈ ഒരു പരിപാടിയാണ് ടോയ്ലറ്റിനകത്ത് ചെയ്യുന്നത്. കാരണം ഇതുകൊണ്ടെന്നുണ്ടെങ്കിൽ മുകൾ വശം നല്ല ക്ലീൻ ആയിട്ടിരുന്നോളും, യാതൊരു കുഴപ്പമില്ല. ഇത് വേണമെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൈപ്പ് വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്ലീൻ ആവും. അതുകൊണ്ട് അവിടെ നമ്മൾ ക്ലാഡിങ് ചെയ്തിട്ട് ഇതുപോലുള്ള സ്പോട്ട് ലൈറ്റുകൾ നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞപ്പം ആ ഒരു പ്രശ്നം നമ്മളത് മാറിക്കിട്ടി. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. പറഞ്ഞതിനോട് തന്നെ റേഡിയേറ്റർ പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം റേഡിയേറ്റർ ഇല്ലാതെ നമുക്ക് വിന്ററിൽ ഒരു കാര്യങ്ങളും നമുക്ക് സാധിക്കത്തില്ല. ഇതാണ് നമ്മുടെ 3rd ബെഡ്റൂം എന്ന് പറഞ്ഞത്. ഇത് പൊതുവെ ചെറിയ ബെഡ്റൂമാണ്. എല്ലായിടത്തും ഇതേപോലുള്ള വലിപ്പത്തിലൊക്കെയാണ് ഇപ്പോഴത്തുള്ള വീടുകളുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ. ഒരു 3 ബെഡ്റൂം വീടാണെന്നുണ്ടെങ്കിൽ 3rd ബെഡ്റൂം ചെറുതായിരിക്കും. 4 ബെഡ്റൂം ആണെന്നുണ്ടെങ്കിലും 2 ബെഡ്റൂം നല്ല വലിപ്പത്തിൽ കാണും, 2 ചെറുതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടുത്തെ വാർഡ്രോബ് എന്ന് പറയുന്നത്. ഇത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വുഡൻ്റെ വാർഡ്രോബായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ മാറ്റി ഒരു മിററും ഒരു ഷെയ്ഡുള്ള ഒരു ഇതും കൂടി ഇട്ടു. അങ്ങനെ അത് നമ്മൾ ചേഞ്ച് ചെയ്തു. ഇവിടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ 3rd ബെഡ്റൂമാണ്. പക്ഷേ നമ്മളതൊരു ബെഡ്റൂം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ സ്റ്റുഡിയോ കാര്യങ്ങളും എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്ന അത്യാവശ്യമുള്ള സംഗതികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ വാർഡ്രോബും നമ്മൾ മാറ്റി. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 സൈഡിലും 2 മിറർ ഇതാണ് വെച്ചേക്കുന്നത്. ബാക്കി എല്ലാത്തിനും ഓരോ മിററും വെച്ചു. ഇതിന് മാത്രം നമ്മൾ 2 സൈഡിലും ഓരോ മിററും നടുക്ക് ഈ ഒരു ഷെയ്ഡുള്ളത് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടുത്തെ ലൈറ്റ് നമ്മൾ മാറി. ഇത് LED ലൈറ്റാക്കി. ഇതിൻ്റെ ഒരു വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് അത്ര വലിയ പൈസ ഒന്നും കൊടുക്കണ്ട. ഈ ലൈറ്റ്സിനൊന്നും തന്നെ ഒരു 30-35 പൗണ്ടിൽ നമുക്ക് ഈ ലൈറ്റ്സ് കിട്ടും. ഇത് LED ആയതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള നമ്മൾ ഉപയോഗിക്കപ്പെട്ട് ഉണ്ടാകുന്ന കറണ്ട് ചാർജിൻ്റെ ഒരു പകുതിയെ ഇതിനകത്തുണ്ടാകുന്നുള്ളൂ. അതുപോലെ തന്നെ നല്ല ലൈറ്റാണ്. കാരണം നല്ല പ്രകാശം നല്ല മറ്റതിനേക്കാൾ ഡബിളാണ്. അപ്പോൾ നമ്മൾ 4 ബെഡ്റൂംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് നമ്മളുടെ മെയിൻ ടോയ്ലറ്റിലേക്കാണ്. ഇതാണ് നമ്മളുടെ ഫാമിലി ബാത്റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ കബോർഡ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാം. ഇവിടെ ഒരു റെയിലുണ്ട്. ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ നമ്മളുടെ ടവലൊക്കെ നമുക്ക് ഡ്രൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാഡിങ് പിടിപ്പിച്ചു, അതിൽ സ്പോട്ട് ലൈറ്റ് വെച്ചു. അപ്പോൾ ഈ ക്ലാഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. കാരണം ഇല്ല ആ റൂഫൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ക്ലീൻ ആവും. ഇത് ഇനിയിപ്പം നമ്മൾ വെച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരു 3-4 മാസമായി. ഇതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളറിനൊന്നും യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ അതിൽ അഴുക്ക് വല്ലതും ചെളിയോ വല്ലതും പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വൈപ്സ് വെച്ചിട്ട് ചുമ്മാ തുടച്ചു കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ബ്ലൈൻഡ്സ് മാറ്റി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ബ്ലൈൻഡ്സ് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫാമിലി ബാത്റൂം എന്ന് പറയുന്നത്. ഇതിന് ടബുണ്ട്. മറ്റേ നമ്മുടെ എൻസ്യൂട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടബില്ല. പക്ഷേ ഇപ്പോഴൊക്കെ വരുന്ന വീടുകളെന്ന് വെച്ചാൽ വലിയ വീടുകളൊക്കെ വാങ്ങുന്ന എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു എൻസ്യൂട്ടിലും ഇപ്പോഴത്തെ ടബും അതുപോലെ തന്നെ ഷവറും 2 ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെഡ്റൂംസിൻ്റെ അതുപോലെ തന്നെ കോറിഡോറിലും ഈ അപ്സ്റ്റേഴ്സും അതുപോലെ തന്നെ താഴെ ലോഡ്ജും മുഴുവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർപ്പറ്റായിരുന്നു. അപ്പോൾ അത് പൊടിയുടെ ശല്യം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് കാർപ്പറ്റെല്ലാം നമ്മൾ ഇറക്കി കളഞ്ഞിട്ട് ലാമിനേറ്റഡ് ഫ്ലോറിംഗ് ആയി. അപ്പോൾ ലാമിനേറ്റഡ് ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് മൂപ്പ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലീനായിട്ട് കിടന്നോളും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണുപ്പ് സമയത്ത് കാർപ്പറ്റ് നല്ലതാണ്.
പക്ഷേ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡസ്റ്റിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ ഈ ആസ്മ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ചുമയും എന്നും പനിയൊക്കെ ഉണ്ടാകുന്നതിന് വലിയ കാര്യമാകും. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ഗാർഡനാണ്. നമുക്കറിയാമല്ലോ ഇപ്പോൾ ഒരു ചെറിയ വിൻ്ററും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം ബാക്ക് ഗാർഡനിൽ വലിയ മൂവ്മെൻറ്റുകളൊന്നും തന്നെ ഇല്ല. വലിയ ടൈഡി ആയിട്ടൊന്നും അല്ല കിടക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ കുറേ നാളായി, ഇപ്പം ഒരു മാസത്തോളമായി ഇവിടേക്കൊക്കെ നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. കാരണം തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാം കണ്ടില്ല, എല്ലാം ഇലയൊക്കെ പഴുതു. ഈ കാണുന്ന മഞ്ഞ ഇലയുള്ള ഇതല്ലേ, ഇത് മുന്തിരിയാണ്. ഈ വർഷമാണിത് കായ്ച്ചത്. ഒരു 2-3 കൊല ഉണ്ടായി. ഇനിയിപ്പോൾ അടുത്ത വർഷം ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവൻ വീണ്ടും പൊട്ടിക്കിളിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് പന്തലൊക്കെ നിട്ട് കൊടുക്കുകയാണെങ്കിൽ അടുത്ത വർഷം തകർത്ത് മുന്തിരിങ്ങ ഇതേലും ഉണ്ടാകും. ബാക്ക് ഗാർഡൻ എന്ന് പറഞ്ഞത് ഇവിടെ കണ്ട് ഇപ്പോഴും ഒരു നവംബർ പകുതി ആയിട്ടും ഇപ്പോഴും കണ്ടില്ല. നമ്മളുടെ റോസ ഞാനൊന്ന് കട്ട് ചെയ്ത് വിട്ടാണ്. അവൻ വീണ്ടും കയറിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇപ്പോഴും വീണ്ടും അവന് പൂക്കൾ ഉണ്ടായി നിൽക്കുകയാണ്. ഇത്രയും തണുപ്പായിട്ടും അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കണ്ടില്ലേ, അതേ രീതിയിൽ വന്നിട്ട് വീണ്ടും പൂക്കളുണ്ടായി. പക്ഷേങ്കിൽ സമ്മറാണെന്നുണ്ടെങ്കിൽ ഇവൻ വിടർന്ന് വലിയ നമ്മുടെ പട്ടുറോസയില്ല നാട്ടിലെ അതേ രീതിയിൽ റോസ ഉണ്ടാവും. ഇവിടുത്തെ ഗരേജുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 3 ബെഡ്റൂം ഹൗസുകളൊക്കെയാണ് വരുന്നതെങ്കിൽ ഒരു ഗരേജ് ആയിരിക്കും അതിൻ്റെ കൂടെ ഉള്ളത്. 4 ബെഡ്റൂം ഹൗസുകൾ വരുമ്പോൾ ഇതുപോലൊക്കെ തന്നെ കൂടുതലും വീടുകൾക്ക് 2 ഗരേജുകൾ. വീട് വാങ്ങിയിട്ട് ഏകദേശം 5 വർഷമായി. 5 വർഷം കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പണികൾ ഈ ഒരു കഴിഞ്ഞ ഒരു 3-3.5 വർഷം നമ്മളൊന്നും ചെയ്തില്ല. അതിനുശേഷമാണ് നമ്മൾ പതുക്കെ ഓരോരോ പണികൾ നമ്മൾ ചെയ്തത്. ഇപ്പോൾ അവസാനമാണ് കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മളുടെ ഈ പറഞ്ഞ മീഡിയ വോളും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ കുറേ പരിപാടികളൊക്കെ ചെയ്തു. അപ്പം എന്തായാലും നമ്മളൊരു വീട് വാങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒരു 5-6-7 വർഷമൊക്കെ താമസിക്കുമ്പോഴത്തേന് ഇതുപോലൊക്കെയുള്ള അല്ലറ പണികൾ എന്തായാലും ടോയ്ലറ്റിലായിരുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബെഡ്റൂമുകളിലാണെന്നുണ്ടെങ്കിലും എന്തിനൊക്കെ ചെറിയ നമ്മൾ ഇതുപോലൊക്കെയുള്ള പണികൾ ചെയ്തുകൊണ്ടേയിരിക്കണം സ്വന്തമായിട്ട് വീട് വാങ്ങിച്ചാൽ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വലിയ ഒരു പണച്ചെലവൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതുപോലൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ മലയാളികളാണെന്നുണ്ടെങ്കിലും ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിലും ധാരാളമായിട്ട് ആൾക്കാർ അവൈലബിൾ ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷുകാരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും നമുക്ക് ചിലവ് വരും. ഇതേപോലെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ തന്നെ ധാരാളം ആൾക്കാർ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല രീതിയിൽ ഭംഗിയായിട്ട് അവർ ചെയ്തു തരുന്ന ആൾക്കാരാണ് എല്ലാവരും തന്നെ. നമ്മളൊരു പ്ലംബറെയൊക്കെ വിളിച്ച് ഒരു ഇംഗ്ലീഷുകാരനെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവന് ഒരു കോളിനൊക്കെ 50-60 പൗണ്ടാണ് മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മലയാളികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് എല്ലാം ഈസി ആയിട്ട് ചെയ്തിട്ട് നമുക്ക് തന്നിട്ട് പോകും. അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. നമ്മൾ മറ്റു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.